ഹേ വാട്സ് ഗൈസ്, വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് വീഡിയോ. ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിൻ റോയിലായിട്ടാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ലക്കി റോൾ സ്പിന്നിങ് ആണ്, വെപ്പൺ റോയിലാക്കി. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 10,000 ഗോൾഡ് കൊടുത്ത് സ്പിൻ ചെയ്തു. എൻ്റെ അടുത്ത് 1,00,000 കോയിൻ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഒരു 10K സ്പിൻ ചെയ്തു. അപ്പോൾ ഈ സ്പിന്നിൽ നമുക്കൊരു ഗ്ലൂ വാൾ കിട്ടിയുണ്ട് ഗൈസ്. ഓക്കെ, എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു ഗൈസ്, ഗ്ലൂ വാളിൻ്റെ കളക്ഷൻ കൊണ്ടുവന്ന് അപ്പോൾ ഒരു ഗ്ലൂ വാളും കൂടി ആഡ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി ഒരു 10K അങ്ങോട്ട് കൊടുക്കുകയാണ് ഗൈസ്. എനിക്ക് ഈ മെയിനായിട്ട് ഈ വുഡ് പെക്കറിനേക്കാളും വേണ്ടത് ആ ഒരു UMP ഇല്ലേ ഗൈസ്, ഒരു വെള്ളയും റെഡും മിക്സ് ആയിട്ടുള്ളൊരു UMP ഗൈസ്. എനിക്ക് അതിനോടാണ് കുറച്ച് താല്പര്യം. എനിക്കത് വേണമെന്ന് നല്ലൊരു ആഗ്രഹമുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സ്പിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതിനകത്ത് കിട്ടുമോ നമ്മുടെ വുഡ് പെക്കർ ഗൈസ്? എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ ഇതിൽ 10K എന്ത് വന്നാലും ഇനിയും കൂടി പൊട്ടും ഗൈസ്. ഓക്കെ, പക്ഷേ ഇനി നമുക്ക് ഒരു 10K കൂടിയും ചെയ്യാം. അപ്പോൾ 80% ആയി ഗൈസ്. ഇപ്പോൾ 90% ഇനി 9 സ്പിന്നും കൂടി മതി ഗൈസ്. ഓക്കെ, ഈ സ്പിന്നിൽ എന്തായാലും കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ഗ്ലൂ വാൾ 2 പ്രാവശ്യം കിട്ടി, അങ്ങനെ 30 ഫിഫ്റ്റ് ടോക്കൺ ആയി. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു 100ക്ക് നല്ല ഫിഫ്റ്റ് ടോക്കൺ കിട്ടി ഗൈസ്. ഓക്കെ, വുഡ് പെക്കർ കിട്ടി ഗൈസ്. വലിയ ഗുമ്മൊന്നുമില്ല, കാരണം എന്തായാലും നമുക്ക് അറിയില്ലാത്ത കിട്ടുന്നു ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ മറ്റേ UMP എന്ന് പറഞ്ഞാൽ അതായിരുന്നു ഗൈസ്. ഓക്കെ, ഇതിനകത്തൊരു ഫമാസ് പെർമനൻറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറേ കറക്കാറുണ്ട്. ആ UMPക്ക് വേണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കറക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെയും വുഡ് പെക്കർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ UMP ഇപ്പോൾ 81% ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു 10,000 കൂടി കറക്കി ചിലപ്പോൾ അത് പെർമനൻ്റ് ആവുമായിരിക്കും ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ കറക്കി നോക്കാം. ഓക്കെ, പിന്നെയും കിട്ടി ഗൈസ്. അപ്പോൾ നമുക്ക് ആ ABCD പെർമനൻ്റ് ആയിട്ടോ. പിന്നെ നമുക്ക് ഈ സ്പിന്നിൽ UMP കിട്ടുമോ എന്ന് നോക്കാം. ഓക്കെ, ഇതിനകത്തൊന്നുമില്ല ഗൈസ്. ഓക്കെ, ഇത് വെറുതെ ഒരു ഇതായിപ്പോയി. ഓക്കെ, ഫമാസ് പെർമനൻ്റ് കിട്ടി. ഓക്കെ, അത് അത്യാവശ്യം നല്ലൊരു സ്കിൻ തന്നെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഫ്രീ അതായത് ഗോൾഡിന് കിട്ടുന്നില്ല, അതിനൊരു വെർത്താണെന്ന് പറയാം. പക്ഷേ ഓക്കെ, ഇതിനകത്ത് ഇനി എന്തെന്നാണ് പെർമനൻ്റ് എന്ന് നോക്കാം. പക്ഷേ നമ്മളെ ഗോൾഡൊക്കെ ഫുള്ള് തീർന്ന് ഇനി ആകെ ഒരു 4,000 ഗോൾഡും കൂടി ഉള്ളൂ. അതിനും കൂടി എന്തായാലും ഒന്ന് സ്പിൻ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ അതിന് സ്പിൻ ചെയ്ത് 100 AK പെർമനൻ്റ് അടിക്കുമെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, പിന്നെയും സ്പിൻ ചെയ്ത് ആ UMP കിട്ടി. പിന്നെയും സ്പിൻ ചെയ്ത് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ UMP എന്തായാലും പെർമനൻ്റ് എടുക്കും. ഇനി അക്കൗണ്ടിൻ്റെ ബാനൊക്കെ ഒന്ന് മാറ്റട്ടെ. ഇപ്പോൾ ഫണ്ട് സെറ്റായി വന്നുള്ളൂ. ഒക്കെ ഒരു 100 രൂപയുടെ റെഡിയും കൂടി ഇപ്പോൾ സെറ്റായി. ഇനി ബാക്കി 300 രൂപയുടെ റെഡിയും കൂടി വേണം ഗൈസ്. ഓക്കെ, എന്നാലേ സെറ്റ് ആകത്തുള്ളൂ. സോ നമ്മൾ എന്തായാലും ഇതിനകത്തൊരു ഫ്രീ സ്പിൻ ഉണ്ട്, അതും കൂടി ഫ്രീ സ്പിന്നും കൂടി ചെയ്തിട്ട് നമുക്ക് നേരെ ആ ഗൺ എക്വിപ്പ് ചെയ്യാനൊരു, അതായത് ഗൺ സ്മിത്ത് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടല്ലോ ഗൈസ്. ഓക്കെ, അത് ഒന്ന് ചെയ്യാം ഗൈസ്. എനിക്കിതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാം പെർമനൻ്റ് കിട്ടി. ഇനി ആകെ ഓൾമോസ്റ്റ് എല്ലാം ഇനി 2 റിവാർഡും കൂടി ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ മൈനസ് കിട്ടിയേക്കണതുകൊണ്ട് തന്നെ ഞാൻ ഈ ലക്ക് റോയിലൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ 7th ആനിവേഴ്സറിയുടെ ഭാഗത്ത് പോയിട്ട് ആ പാരാഫെല്ലിൻ്റെ ഇതുണ്ടല്ലോ, ആ ഇവൻറ്റിലൂടെയാണ് ഗൈസ് ഞാൻ കയറുന്നത് തന്നെ. ഇച്ചിരി ടാസ്ക്കാണ്, വളഞ്ഞ രീതിക്കൊക്കെയാണ് ഗൈസ് ഞാൻ സ്പിൻ ചെയ്യാൻ വേണ്ടി കയറി. കാരണം കണ്ടൻ്റ് ഒന്നുമില്ല, അക്കൗണ്ട് പോയാൽ പിന്നെ കണ്ടൻ്റ് ഒന്നും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീക്ക് ആൻഡ് കൺഫർമേഷൻ. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോയിലുണ്ട് ഗൈസ്. ഓക്കെ, ലീക്ക് ആൻഡ് കൺഫർമേഷൻ ഞാൻ പറയുന്നുണ്ട്. അതായത് ഇനി വന്നെ റെഡ് ബണ്ണി എന്ന് പറഞ്ഞിട്ടൊരു ഇവൻറ്റ് തന്നെയുണ്ട്. പിന്നെ കുറേ ഒരു 5-6 ഇവൻറ്റ് ഉണ്ട് ഗൈസ്. ഓക്കെ, നിങ്ങൾ എന്തായാലും കാണാം കേട്ടോ ഈ വീഡിയോ. ഈ ഒരു ഗൺ സ്മിത്തിൻ്റെ സംഭവം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പറയാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഒന്ന് ഗൺ സ്മിത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ AKക്ക് ഒരു നല്ലൊരു സ്കിൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ, നമുക്കിപ്പോൾ റേറ്റ് ഓഫ് ഫയറും മൂവ്മെൻറ്റ് റീലോഡ് സ്പീഡും ഉള്ളത് നമ്മൾ എക്വിപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ M4A1 നോക്കുകയാണെങ്കിൽ ഗൈസ് വലിയ ഗുമ്മൊന്നുമില്ല. ഇത് തന്നെയാണ് കുറച്ച് നല്ല ആക്യുറസി ഉണ്ട്, ആർമർ പെൻറ്റേഷൻ ഡബിൾ ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ സ്കാർ ഗൈസ്. പിന്നെ നമുക്ക് ഏതിൻ്റെയൊക്കെ കുറേ സ്കിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, പെർമനൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്തൊന്നും പെർമനൻറ്റ് കിട്ടിയിട്ടില്ല. നമുക്കിനി റൈഫിൾസിൽ പോയി നോക്കാം. റൈഫിൾസ് നമ്മളെ ഫമാസിൻ്റെ ഇത് നോക്കാൻ പറഞ്ഞു ഗൈസ്. ഫമാസ് എനിക്ക് ഈ സ്കിന്ന് ഇഷ്ടപ്പെട്ടു, പക്ഷേ എബിലിറ്റി എനിക്ക് റെഡിൻ്റെ. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് ഗൺ സ്മിത്ത് വഴി അത് ചെയ്യാം ഗൈസ്. എനിക്കിത് ഈ അപ്ഡേറ്റ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ നമ്മൾ എന്തായാലും ഇത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗ്രോസൊക്കെ ഒന്നും വലിയ ഗുമ്മൊന്നുമില്ല ഗൈസ്, ഇത് തന്നെ മതി. പിന്നെ നമ്മളിപ്പോൾ എന്തായാലും നമുക്ക് നേരെ SVDക്ക് വലിയ സ്കിന്നൊന്നുമില്ല. പിന്നെ ഡ്രാഗൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് SVD. SKസിനൊന്നും സ്കിന്നില്ല ഗൈസ്. നമുക്ക് വുഡ് പെക്കർ പോയിട്ട് ഗൺ കസ്റ്റമൈസ് ചെയ്യാം. അതായത് ഈവോൻ്റെ പവറും ഈ പുതിയതായിട്ട് കറക്കിയെടുത്ത ആ സ്കിന്നും കൂടി ഇട്ടിട്ട് നമുക്ക് സ്മിത്ത് ചെയ്യാം ഗൈസ്. എനിക്ക് ഈ സ്കിന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, ആനിമേഷൻ കൊള്ളാം. പിന്നെ നമുക്ക് ABCD എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് പെർമനൻ്റ് കിട്ടിയാണ്, പക്ഷേ വലിയ ഗുമ്മൊന്നുമില്ല. അതിൻ്റെ അടുത്തൊരു ടോപ്പ് അപ്പ് വേണ്ടിൻ്റെ ഒരു സ്കിന്ന് കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് UMP ആണ് ഗൈസ് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഗൈസ്. ഓക്കെ, ഇതെന്തായാലും 14 ദിവസത്തേക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തായാലും എബിലിറ്റിയും സ്കിന്നും മാറ്റാണ് ഗൈസ്. നമുക്ക് ആർട്ട് ഓഫ് വാറിൻ്റെ എബിലിറ്റി ഇടാം, അതാകുമ്പോൾ ഡബിൾ റേറ്റ് ഓഫ് ഫയറും ഉണ്ട്.
സിംഗിൾ ഡാമേജ് ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും വേറെ ഒന്നും ഗുമ്മായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ആക്യുറസി ഉള്ളതായിരുന്നു ഞാനിപ്പോൾ ഇത്രയും നാളിട്ട് കളിച്ചിരുന്നത്. ഓക്കെ, ഇതെന്തായാലും ഗൺസ്മിത്ത് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി നേരെ എന്തായാലും മറ്റേ അപ്ഡേറ്റിലോട്ട് പോകാം കേട്ടോ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന ഒരു എമൗണ്ടാണ് കേട്ടോ ഗൈസ്. ഓക്കെ, ഇത് നമുക്ക് ടോപ്പ് പോയിൻ്റ് വഴി വരാനാണ് ചാൻസ്. ടോപ്പ് പോയിൻ്റ് അല്ല, ഒരു ഇവൻറ്റ് വഴി വരാനായിരിക്കും ചാൻസ് ഗൈസ്. ഫ്രീ ആയിട്ട് കിട്ടാമെന്ന് പറഞ്ഞാൽ ആ മുകളിലത്തെ എമൗണ്ടാണ് ഗൈസ്. ഇതും ഫ്രീ ആയി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതൊരു 50-50 ആണ് ഗൈസ്. കിഡിലൻ ഇത് ഫ്രീ ആയി കിട്ടാൻ കിഡിലനാണ്. അല്ലാണ്ട് ഡയമണ്ട് കൊടുത്തെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വെർത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഓക്കെ എന്ന് പറയുന്ന ഒരു ഇമോട്ടാണ് ഗൈസ്. ഓക്കെ, ഇതിനു വേണ്ടി ഒരു 500 ഡയമണ്ടൊക്കെ പൊട്ടിക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് അത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസാണ് കൂടുതൽ. പിന്നെ നമുക്കൊരു ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇത് തിരിച്ചു വരാൻ, അത് 7th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഇത് ഈ ഒരു 2D ബണ്ടിൽസ് തിരിച്ചു വരാൻ വെച്ചാൽ ഞാനൊരു ആനിമി കാണുന്ന ഒരാളാണ്. എനിക്ക് ഇതെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ അക്കൗണ്ടിൻ്റെ ഇത് കാരണം കൊണ്ട് എനിക്ക് ഇതെടുക്കാനുള്ള ഫണ്ട് വെച്ചിട്ട് വേണം ഞാൻ അത് മറ്റേ അക്കൗണ്ട് റിവൈൻഡ് ചെയ്തെടുക്കാനായിട്ട്. സോ ഇതാണ് പോസിബിളാണ്. അത് ചിലപ്പോൾ റിട്ടേൺ വരും, സ്പെഷ്യൽ റിട്ടേൺ ആയിട്ട് ആയിരിക്കുള്ളൂ ഗൈസ് വരുന്നത്. ചിലപ്പോൾ വരുള്ളൂ, അല്ലെങ്കിൽ വരില്ല ഗൈസ്. ഓക്കെ, അത് നമുക്ക് കൺഫേം ആയിട്ടില്ല ഇത് വരുമോ ഇല്ലെന്ന്. വരികയാണെങ്കിൽ ഇതൊരു വെർത്ത് ഇവൻ്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഇവൻ്റ് തന്നെയാണ് ഗൈസ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിനകത്ത് ആരൊക്കെ ആനിമി കാണുന്നുണ്ട്? ഡീമൺ സ്ലെയർ ഇപ്പോൾ പുതിയതായിട്ട് കുറേ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതായത് പുതിയ എപ്പിസോഡുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യാം ഗൈസ്. അത്യാവശ്യം ഒരു കിഡില്ല. ഈ എമൗണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. ഈ ലൈറ്റ്നിങ് വന്നിട്ടുള്ള എഫക്റ്റും, അതായത് നമ്മൾ പൊട്ടിക്കുന്ന ഡയമണ്ടിന് വെർത്താണ് ഗൈസ്. ഇപ്പോൾ ഒരു 1000 ഡയമണ്ടൊക്കെ പൊട്ടിയാലും അത് വെർത്താണ് ഗൈസ്. അപ്പോൾ ഇതൊരു ചാൻസ് ഉണ്ട്, അതായത് റിട്ടേൺ വരാനായിട്ടൊരു ചാൻസ് ഉണ്ട്. കൺഫേംഡ് അല്ല ഈ ഒരു ബണ്ടിൽ റിട്ടേൺ വരുമെന്ന്, ഒരിക്കലും കൺഫേംഡ് അല്ല. ഗരീനയുടെ സൈഡിൽ ഇതൊരു ലീക്ക് പോലെ കിട്ടിയിരിക്കുന്നതാണ്. ഇതൊരു 50-50 ആണ് ഗൈസ്. ഓക്കെ, അത് നമുക്കൊന്നും അറിയാൻ പാടില്ല, കാരണം കൺഫേംഡ് ഗരീനയുടെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ഇതുവരെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇതുമായിട്ട് കിട്ടില്ല പോലത്തെ വീഡിയോസ് കിട്ടാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺലൈഡ് ഗൈസ്. ഓക്കെ, അത് നിങ്ങൾ എന്തായാലും ചെയ്യാനുള്ള ഗൈസ്. ഇനി നോക്കിയാൽ നമ്മൾ ബ്ലാക്ക് ബണ്ണിയുടെ ഇവൻ്റാണ്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ഒരു അത്യാവശ്യം കിട്ടില്ല ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഫയർ. ഇതിപ്പോൾ 2024 തുടങ്ങിയിട്ട് വന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഇവൻ്റ് എന്ന് പറയാൻ പറ്റുന്ന ഓരോരോ ഇവൻ്റ് എനിക്ക് തോന്നുന്നു ഇതാണ് ഗൈസ്. ഓക്കെ, ആ ബണ്ണിയുടെ ജാസ്, ആ റെഡ് ജാസും ആ ഷൂന്ന് വന്ന എഫക്റ്റൊക്കെ ഗൈസ് ഒരു രക്ഷയില്ലാത്തൊരു സാധനമൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഒരു G160യുടെ ബണ്ണി എഡിഷൻ ഒരു ഗണ്ണ് കിട്ടുന്നുണ്ട് ഗൈസ്. ബണ്ണി എന്തോ ഒരു ഗൈസ് പേരാണ്. ഇതൊരു സെപ്റ്റംബർ ഇവൻ്റായിട്ടാണ് ഗൈസ് നമുക്ക് ഇതൊരു കൺഫർമേഷൻ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചിലപ്പോൾ അതിന് നേരത്തെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് സെപ്റ്റംബർ ഇവൻ്റാണ് ഗൈസ്. ഇത് പിന്നെ ബാക്ക് പാക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു തലകുത്തിക്കണം ഒരു ബണ്ണിയുടെ ഒരു ബാക്ക് പാക്ക് കാണാം ഗൈസ്. ഓക്കെ, ലെവൽ 2 ബാക്ക് പാക്കും അത്യാവശ്യം കിട്ടില്ലാനാണ് ഗൈസ്. ഓക്കെ, ഒരു 200 ഡയമണ്ടിനൊക്കെ കിട്ടിയാൽ ബാക്ക് പാക്ക് വെറുത്ത് സാധനം കഴിച്ച്. ഗ്ലൂ വാളും അതുപോലെ തന്നെ അത് 200 ഡയമണ്ട് 200 ടോക്കണോളം വന്നുള്ളൂ ഗൈസ് ബ്ലാക്ക് ബണ്ണി എടുക്കാനായിട്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വെറുത്താണ്. പിന്നെ ടോക്കൺ അത്യാവശ്യം തന്നിട്ടുണ്ട്, 100 ടോക്കൺ 5 ടോക്കൺ അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഗൈസ് ഒരു കിഡിലൻ ഇവൻ്റ് എന്ന് പറയാം ഗൈസ്. ഗരീന 2024 കൊണ്ടുവന്നതിൽ ഏറ്റവും ബെസ്റ്റ്, അതായത് ഈ ജൂലൈ വരെ, അതായത് സെപ്റ്റംബർ വരെയിൽ കൊണ്ടുവന്നതിന് ഏറ്റവും ബെസ്റ്റ് ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഇതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഗൈസ് നിങ്ങളിപ്പോൾ ഈ ബുയാപ്പാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതെടുക്കാൻ ഞാൻ അധികം പറയില്ല ഗൈസ്. ഇതൊരു ഓക്കെ ബുയാപ്പാസാണ് ഗൈസ്. അടുത്തതും അതുപോലെ തന്നെ ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ടൊരു സെപ്റ്റംബറിലെ ബുയാപ്പാസ് ഒരു കിഡിലം ബുയാപ്പാസാണ് കേട്ടോ. നിങ്ങൾ അതെടുക്കാൻ മാക്സിമം നോക്കാം ഗൈസ്. പിന്നെ നമുക്ക് റിട്ടേൺ വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലംബോർഗിനി റോയലാണ്. ഇത് ആഗസ്റ്റ് മന്തിലായിരിക്കുള്ളൂ ഈ പോസിബിൾ ഡേറ്റ് എന്ന് പറഞ്ഞാൽ. ആഗസ്റ്റ് മന്തിലാണ് ഞങ്ങൾക്കൊരു കൺഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഗൈസ്. ഓക്കെ, അതായത് ഇത് ഓൾറെഡി വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എത്ര പേര് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. കാരണം ഇതൊക്കെ വെറുതെ ഇപ്പോൾ ഗരീനയുടെ ഇവൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ വെറുതെ കുറേ പൈസ അവർക്ക് കിട്ടണം ഗൈസ്. അത്രേ ഉള്ളൂ ഗൈസ് അവരുടെ ഇവൻ്റ് എന്നൊക്കെ പറയാനായിട്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ ഫ്രീ ഫയർ എന്നിപ്പോൾ ഒരു പെയ്ഡ് ഗെയിമാണ് ഗൈസ്. ഓക്കെ, പെയ്ഡ് ഫയർ എന്നൊക്കെ പറയാൻ പറ്റും ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ടുള്ള ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഗൺ സ്കിന്നാണ് ഗൈസ് മെയിനായിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്. അപ്പോൾ ഫ്രീ ഫയർ നിങ്ങൾക്ക് ഇപ്പോൾ ഈ അപ്ഡേറ്റ് ആണോ 2018, 20 ആ ഒരു റേഞ്ചിൽ ഫ്രീ ഫയർ ആണോ അല്ലേന്ന് പറയാം ഗൈസ്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന മാക് 10ൻ്റെ ഒരു സ്കിന്നാണ്. അത് അത്യാവശ്യം കൊള്ളാം ഗൈസ്. അത്യാവശ്യം കൊള്ളാമെന്നല്ല, ഒരു അടിപൊളി സ്കിൻ തന്നെയാണ്. മാക് 10 വന്നതിൽ വെച്ച് ആകെ ഒരു 3-4 സ്കിന്നേ വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് സ്കിന്നിന് ഇതാണ് ഗൈസ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ. ഇതൊരു ഈ ലൂട്ട് ബോക്സ് ആയാലും ഒരു ഈവോ ഒരു തീം പോലെയാണ് ഗൈസ് എനിക്ക് ആദ്യം ഫീൽ ചെയ്തത്. കണ്ടോ ഗൈസ്, ആ ഒരു എഫക്റ്റും പരിപാടിയൊക്കെ ഒരു അടിപൊളി എഫക്റ്റ് ആയിട്ടുണ്ട്. കാരണം മാക് 10ൻ്റെ ഒരു ബെസ്റ്റ് സ്കിന്നാണ് ഗൈസ്. ഓക്കെ,
ബണ്ണി MP40 ഒക്കെ തന്നൊരു വൈബ് ഇതിനകത്തുനിന്ന് മാക് 10ൻ്റെ ഒരു രീതിയിൽ ഇതായവാനാണ് ഗൈസ് എനിക്ക് ചാൻസ് തോന്നുന്നത്. കാരണം മാക് 10 ഒന്നും ഒരു അധികം സ്കിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കാരണം ബാക്കിയുള്ള ഗണ്ണുകളായാലും ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇത് കൊണ്ടുതന്നെയാണ് ഗൈസ്. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് ഓൾറെഡി വന്നിട്ടുണ്ട്, ഈ സ്കൈവിങ്ങും പരിപാടിയൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഗൈസ്. ഇതുമാതിരി കിട്ടില്ല പോലത്തെ വീഡിയോസിനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ടും ഈ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനോടും ഈ ചാനൽ ഷെയർ ചെയ്തിട്ട് സബ് ചെയ്യാൻ പറയണം. കാരണം നമ്മൾ റോഡ് ടു 100 സബ്ബാണ്, വെറും 35 സബ്ബും കൂടി മതി. സബ് ചെയ്യണം കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ബൈ ബൈ, ലവ് യു ഓൾ, ടേക്ക് കെയർ.